ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് നറൂട്ടോ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1-ൻ്റെ അകത്തിലെ 3-ാമത്തെ എപ്പിസോഡാണ്. സോ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ 3-ാമത്തെ ഓക്കാകെ 4-ാമത്തെ ഓക്കാകെ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫിൽട്ടർ എപ്പിസോഡ്സ് ഞാൻ ഇതിൻ്റെ അത് ഉൾപ്പെടുത്തത്തില്ല, കാരണം ഫിൽട്ടർ എപ്പിസോഡ് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. സോ ഇന്നത്തെ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുന്ന വീഡിയോയിലേക്ക്. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കാൻ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. രാവിലെ നറൂട്ടോ എഴുന്നേറ്റ് കലണ്ടറെ നോക്കുമ്പോൾ അന്നത്തെ ദിവസം 15-ാം തീയതി ആയിരുന്നു. അതേസമയം തന്നെ നമ്മുടെ നറൂട്ടോയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുവാണ്. നറൂട്ടോയുടെ ഹെഡ് ബാൻഡ് ഒക്കെ കെട്ടി വെളിയിലേക്ക് പോവുകയാണ്. അതേസമയം അങ്ങോട്ട് ഹൊക്കാഗയുടെ കൊച്ചുമോൻ വരുവാണ്. ആ കൊച്ചുമോൻ വന്നിട്ട് നറൂട്ടോയോട് പറയുക, ഇന്ന് ഞാൻ നിന്നെ അടിച്ചു തോപ്പിക്കുന്ന. ഇതേ സമയം തന്നെ ആ കൊച്ചുമോൻ മൂക്കും കുത്തി താഴെ വീഴും. ഇതേ സമയം തന്നെ നമ്മുടെ നറൂട്ടോ പറയും, എനിക്കിപ്പം നിന്റെ കൂടെ കളിച്ചടക്കാനൊന്നും സമയമില്ല, ഞാനിപ്പം ഒരു നിഞ്ചയായി, എനിക്ക് ക്ലാസ്സിന് പോകാൻ സമയമായെന്ന് പറഞ്ഞ് നറൂട്ടോ അവിടുന്ന് പോവാണ്. കാണിക്കുന്നത് സാക്കുറ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. ഇതേ സമയം തന്നെ സാക്കുറ സ്വന്തം സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇരിക്കുവാണ്. പിന്നെ സാക്കുറ ആ വീട്ടിൽ നിന്ന് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നോരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആദ്യം ക്ലാസ്സിൽ ചെല്ലും, അവരുടെയാണ് സാസുകെ എന്ന് പറയുന്നത്. എന്നിട്ട് രണ്ടുപേരും അവിടെ വെച്ച് ഓട്ട മത്സരം തുടങ്ങുവാണ്. ഇതേ സമയം തന്നെ എല്ലാവരും നറൂട്ടോനെ വന്ന് ചോദിക്കുവാണ്, നീ തോറ്റതല്ലേ, നീ എങ്ങനെ ഇവിടെ വന്നേ? ഇതേ സമയം തന്നെ നറൂട്ടോ അവന്റെ ഹെഡ് ബാൻഡ് കാണിച്ചു കൊടുക്കുവാണ്. ഞാനും ഒരു നിഞ്ച ആയടാ, കണ്ടോടാ. അങ്ങനെ സാക്കുറയും ഈനോയും കൂടെ വഴക്കുണ്ടാക്കി ഭയങ്കരമായിട്ട് ഓടി വരികയാണ്. അങ്ങനെ ക്ലാസ്സിൽ കയറുവാണ്. എന്നിട്ട് ഈ ഈനോ പറയുവാണ്, ഞാനാണ് ഇവിടെ ആദ്യം വന്നത്, അത് കണ്ടവരൊക്കെ ഉണ്ടോ? അന്നേരം സാക്കുറ പറയാൻ, ഞാനാടി ഇവിടെ ആദ്യം വന്നതെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സാക്കുറ നമ്മുടെ നറൂട്ടോനെ ഒന്ന് നോക്കുവാണ്. ഇതേ സമയം നറൂട്ടോ പറയാണ്, ഇവളൊന്നും എന്നെ ഇങ്ങനെ നോക്കുന്നേ, ഇവക്കിനി എന്നെ ഇഷ്ടം വല്ലതാണോ? എനിക്ക് അവളെ ഇഷ്ടമാ, എന്നാ ഇനിയും സാക്കുറയോട് സംസാരിക്കാന്ന് പറഞ്ഞ് നറൂട്ടോ ചാടി എഴുന്നേക്കാൻ നേരത്തെ സാക്കുറ നറൂട്ടോനെ മറിച്ചിട്ടിട്ട് സാസുകയുടെ അടുത്ത് ചെല്ലും. സാസുക ആണെങ്കിൽ എല്ലാ ട്രെയിനിങ്ങിലും ഫസ്റ്റ്, എല്ലാ പരീക്ഷയ്ക്കും ഫസ്റ്റ്, അങ്ങനത്തെ ഒരു രീതിയിലാണ് നറൂട്ടോയ്ക്ക്. ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കുശുമ്പ് വരുവാണ്. ഇതേ സമയത്ത് നമ്മുടെ സാക്കുറയും ഹീറോയും കൂടെ വഴക്കുണ്ടാക്കുവാണ്. ഞാൻ ആദ്യം അവനോട് സംസാരിക്കും എന്ന് പറഞ്ഞ് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. ഇതൊക്കെ കണ്ട് കലി കയറിയ നറൂട്ടോ പറയുവാണ്, ഞാനാണോ അവനാണോ നല്ലതെന്ന് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് നമ്മുടെ സാസുകയുടെ കണ്ണ് നോക്കി അങ്ങ് നിൽക്കും. ഇതേ സമയത്ത് അറിയാതെ അവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്യുവാണ്. ഇതൊക്കെ കണ്ട് സാക്കുറ വളരെ രീതിയിൽ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയാണ്, ഞാനാണ് ആദ്യം ആ കിസ് ചെയ്യാൻ പരിപാടിയാണോ കാണിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ സാക്കുറ നറൂട്ടോനെ ഇടിച്ച് ശരിയാക്കുവാണ്. ഇതേസമയം മറ്റൊരിടത്തിരുന്ന് നമ്മുടെ 4th ലോർഡ് ഹൊക്കാഗെ ഈ കാര്യങ്ങളൊക്കെ ആ ഗ്ലോബിൽ കൂടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് അങ്ങോട്ട് ഇറൂക്ക സെൻസെ വരുവാണ്. എന്നിട്ട് അവരെ എല്ലാവരെയും 3 പേരായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കും. അങ്ങനെ ഓരോരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പേര് പറയുവാണ് നമ്മുടെ ഇറൂക്ക സെൻസെ. നമ്മുടെ ഈനോയും അതുപോലെ തന്നെ സാക്കുറ നോക്കുന്നത് ആരായിരിക്കും സാസുകയുടെ ഗ്രൂപ്പിൽ വരുന്നതെന്നാണ്. അതേസമയം തന്നെ നമ്മുടെ ഇറൂക്ക സെൻസെ നറൂട്ടോയുടെ ടീമിനെ കുറിച്ച് പറയുവാണ്. നറൂട്ടോ, സാക്കുറ, സാസുകെ, ഇവരുടെ 3 പേരുടെ പേര് പറയുമ്പോഴും നമ്മുടെ സാക്കുറ എന്ന് കേട്ടപ്പോൾ നറൂട്ടോയ്ക്ക് സന്തോഷമുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നറൂട്ടോ പറയുവാണ്, ഈ വൃത്തികെട്ടവനുള്ള ഗ്രൂപ്പിൽ ഞാനില്ല, ഇവനെ എന്തെങ്കിലും ചെയ്തവനെ മാറ്റണമെന്ന് പറയുവാണ്. ഇത് കേട്ട ഇറൂക്ക സെൻസെ പറയുവാണ്, എല്ലാ ടീമും തുല്യ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ നറൂട്ടോ നിന്റെ മാർക്ക് നിനക്ക് അറിയാമല്ലോ. ഇതൊക്കെ കേട്ട് നറൂട്ടോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. അതേസമയം തന്നെ ഈനോ ഭയങ്കര ദേഷ്യത്തിലാണ്, കാരണം സാസുകയുടെ ഗ്രൂപ്പിൽ കയറാൻ പറ്റാത്തതിന്. അങ്ങനെ എല്ലാ ടീമും സെറ്റായെന്ന് പറഞ്ഞ് ഇറൂക്ക സെൻസെ അവിടെ നിന്ന് പോവുകയാണ്. കാണിക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സാസുക ആണെങ്കിൽ ആരും കാണാതെ ഫുഡ് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് ഇരുന്ന് ഈനോ അവരുടെ ഗ്രൂപ്പിനും തന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു വൃത്തികെട്ട ടീം എന്നൊക്കെ പറഞ്ഞ് ഓരോ രീതിയിലോ കുറ്റമൊക്കെ പറയുകയാണ്. തിരിച്ച് ഓരോന്നൊക്കെ അവരും പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അവിടെ വഴക്കുണ്ടാവുകയാണ്. ഇതേസമയം നമ്മുടെ നറൂട്ടോ ആരും കാണാതെ ആ സാസുക നിൽക്കുന്ന ആ ജനലിന്റെ മണ്ടേ കൂടെ ചാടി സാസുകേനെ അടിക്കാൻ പോവുകയാണ്. നറൂട്ടോ പോകുന്നൊക്കെ നമ്മുടെ ഈനോ കാണുന്നുണ്ട്. അവനെ ഞാൻ ഇടിച്ച് ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈനോ. കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ സാസുകെ ആ ജനലിന്റെ വെളിയിലോട്ട് പോകുന്നതും അവർ കാണുന്നുണ്ട്. ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്തിരുന്ന് നമ്മുടെ സാക്കുറ സാസുകേനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സാസുകയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മുമ്പിൽ നിൽക്കുന്നു നമ്മുടെ സാസുക. അതേ സമയം തന്നെ നമ്മുടെ സാസുകെ നമ്മുടെ സാക്കുറനെ അടുത്തോട്ടൊക്കെ വിളിച്ചിട്ട് എന്നിട്ട് നറൂട്ടോയെ കുറിച്ചുള്ള അഭിപ്രായം നിനക്ക് എന്താണെന്ന് ചോദിക്കും. ഇതേ സമയം ഇങ്ങനെ സാക്കുറ പറയും, അവനൊരു മണ്ടനാണ്, അവനൊരു പൊട്ടനാണ്, അവൻ എന്നെ കുറിച്ചുള്ള ഒരു കാര്യം അറിയത്തില്ല, അവൻ ചുമ്മാ ഭയങ്കര ശല്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സാസുകയുടെ വയറിനൊരു ചെറിയ പണി കിട്ടും. ഇതേ സമയത്ത് കണ്ട വരി നമ്മുടെ സാസുകയോടും. സത്യം പറഞ്ഞാൽ അത് സാസുകെ അല്ലായിരുന്നു, അത് നമ്മുടെ നറൂട്ടോ ആയിരുന്നു. ഇതേ സമയം ശരിക്കുള്ള സാസുകെ നമ്മുടെ സാക്കുറയുടെ അടുത്തോട്ട് നടന്നു വന്നിട്ട് ചോദിക്കുവാണ്, നീ നറൂട്ടോയെ കണ്ട? സമയം സാക്കുറ ഇങ്ങനെ പറയും, ആ വൃത്തികെട്ടനെ കുറിച്ച് എന്നോടൊന്നും ചോദിക്കണ്ട, അവന് അച്ഛനും അമ്മ ഇല്ലാത്തതുകൊണ്ട് അവനൊരു മര്യാദയ്ക്ക് പോലും അവന് സംസാരിക്കാൻ പോലും അറിയത്തില്ല, അവനൊരു സത്യം പറഞ്ഞൊരു പൊട്ടനാന്നൊക്കെ പറഞ്ഞ് അവനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സാക്കുറ പേരൻസിനെ കുറിച്ച് കുറ്റം പറയുന്നത് അത് നമ്മുടെ സാസുകയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം തന്നെ നമ്മുടെ സാസുകെ സാക്കുറയോട് പറയും, നീ ഭയങ്കര ശല്യവാ, നീ ഒന്നും ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സാക്കുറയ്ക്ക് നല്ല രീതി വിഷമം വരും. ഇതേസമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ നറൂട്ടോ ടോൽറ്റിന്ന് ഇറങ്ങി വന്ന് മുന്നിൽ പെടുന്നത് നമ്മുടെ സാസുകയുടെ മുന്നിലാണ്. നറൂട്ടോ ഷാഡോ ക്ലോൺ ജുറ്റ്സു വെച്ച് നമ്മുടെ സാസുകേനെ ഇടിച്ചിടാൻ നോക്കുമ്പോൾ ആ ഷാഡോ ക്ലോണിനൊക്കെ ഭയങ്കരമായിട്ട് വയറുവേദന എടുത്ത് കക്കൂസി പോകാൻ വേണ്ടി അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം നമ്മുടെ സാക്കുറ നമ്മുടെ സാസുകി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ച് അവിടെ ഇരിക്കുവാണ്. ഇതേസമയം നമ്മുടെ സാക്കുറയ്ക്ക്
ഒരു കാര്യം മനസ്സിലാവുന്നു, നമ്മുടെ സാസ്കി സാക്കുറാനെ കളിയാക്കിയതുപോലെ തന്നെ സാക്കുറ ഇതിനു മുമ്പ് നറൂട്ടോനെ കളിയാക്കിയിട്ടുണ്ട്. അതിൽ കുറ്റബോധം. സമയം ഒരു പ്രശ്നമുണ്ട്, നറൂട്ടോയ്ക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുത്ത് നറൂട്ടോ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഓടുവാണ്. ഇത് കണ്ട് സാക്കുറ ദേഷ്യപ്പെട്ട് എടാ മണ്ട നീ എന്തോ പരിപാടിയാണ് കാണിച്ച് വീണ്ടും കക്കൂസി പോയിക്കൊണ്ടിരിക്കുന്ന നറൂട്ടോനെ വെച്ചാണ് നറൂട്ടോ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ നിങ്ങൾക്ക് നറൂട്ടോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.